ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? എന്തൊക്കെ പഠിച്ചു അഭിരാമി? പ്ലീസ് അൺമ്യൂട്ട് അഭിരാമി. ഓക്കെ, അഭിരാമി അൺമ്യൂട്ട് ആയിട്ടുണ്ട്, പറഞ്ഞു. എന്താ നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ, എന്തൊക്കെയോ പഠിച്ചു അല്ലേ? പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പാട്ട് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? എന്നാ ഒന്ന് പാടിയേ, മിസ് കേൾക്കട്ടെ. വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ഒപ്പമിരുന്നു പഠിക്കാനും ഒന്നിച്ചേർത്ത് കളിക്കാനും കൂട്ടരും ഒത്തിരി ഉണ്ടല്ലോ. കൂട്ടായെത്തും ഗുരുനാഥ, കളിപഠനങ്ങൾ കഴിയുമ്പോൾ വീട്ടിൽ പോകാം എല്ലാവർക്കും, അല്ലേ? നമുക്ക് ഇന്ന് ഏതാ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇതൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ പഠിക്കുന്നത്? പൂന്തോട്ടം എന്ന കവിത, അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതല്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? നട്ട് നനച്ച് വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. പിന്നെന്താ? മൊട്ടുകൾ പൂവുകളാവുന്നേരം മൊട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. ഇത്തിരി പരിമളമൂറ്റിയെടുക്കാൻ എത്തും ചാരേളങ്കാറ്റും. അല്ലേ? എന്താ കവിതയുടെ പേര്? പൂന്തോട്ടം. എന്താണ്? പൂന്തോട്ടം. ഓക്കെ, പൂന്തോട്ടം അല്ലേ? കവിതയുടെ പേരെന്താണ്? പൂന്തോട്ടം. എല്ലാരും പറഞ്ഞു എവിടുന്ന് ഉറക്കെ? പൂന്തോട്ടം. ഓക്കെ, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ലിസൺ ഹിയർ. അപ്പോ നട്ട് നനച്ചു വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. എല്ലാരും ചെടികൾ നടാറുണ്ടോ വീട്ടില്? എല്ലാരും വീട്ടിലും ചെടികളുണ്ടോ? ഉണ്ടോ? എത്ര പേര് വീട്ടിൽ ചെടികളുണ്ട്? എന്നെ കൈ നോക്കിയേ, മിസ് കാണട്ടെ. ഏതൊക്കെ പൂവുകളാ ഉള്ളത്? ഏതൊക്കെ പൂവുകളാ ഉള്ളത് സാധേ നിന്റെ വീട്ടില്? സാധേ പ്ലീസ് അൺമ്യൂട്ട്. സാധേ, പൂവുകളാ ഉള്ളത്? റോസ് ഉണ്ട് അല്ലേ? പിന്നെ ഏതാ ഉള്ളത്? പിന്നെ ഏതാ ഉള്ളത് നിങ്ങളുടെ എല്ലാം വീട്ടില്? റോസേ ഉള്ളൂ? ഒരുപാട് പൂ കണ്ടുവല്ലോ അവിടെ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? മുല്ലപ്പൂന്തോട്ടം അല്ലേ? മുല്ലപ്പൂവിന്റെ തോട്ടാണ് പറയുന്നത് അല്ലേ? അപ്പൊ നട്ടു നനച്ചു വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. മൊട്ടുകൾ പൂവുകളാവുന്നേരം മൊട്ടിടുമല്ലോ രോമാഞ്ചം. അല്ലേ? നമ്മൾ ചെടികളെല്ലാം നട്ട് അതിന് പൂ പിടിക്കുമ്പോ എന്തോ ഒരു സുഖാണല്ലേ നമുക്ക് ഉണ്ടാവുക, അല്ലേ? നിങ്ങൾ ചെടിയൊക്കെ നട്ട് അതിന് പൂവിടണം, മൊട്ടിടണം. അപ്പൊ നമുക്ക് നല്ല സുഖം ഉണ്ടാവും അല്ലേ മനസ്സിന്? പൂവെല്ലാം വിരിയുമ്പോ അതിന്. ക്രിസ്റ്റി ജോസഫ്. ഓക്കെ, മിസ് വിളിച്ചു കേട്ടോ. പിന്നെ ഞാൻ പേരെഴുതി. ഐവിൻ ജേക്കബ്. ഓക്കെ, അപ്പോ നമ്മൾ മുല്ലപ്പൂന്തോട്ടത്തിനെ പറ്റിയാ പറയുന്നത് അല്ലേ ഇവിടെ? അപ്പൊ നട്ട് നനച്ചു വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. മൊട്ടുകൾ പൂവാവുന്നേരം മൊട്ടിടുമല്ലോ രോമാഞ്ചം. മൊട്ടുകൾ എന്ത് ചെയ്യുമ്പം പൂവുകളാവുന്നേരം നമുക്ക് എന്തുണ്ടാവും? രോമാഞ്ചം ഉണ്ടാവുന്നു അല്ലേ? ഇടും രോമാഞ്ചം
ഉണ്ടാവും. പിന്നെന്താ പറഞ്ഞേ? കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. അല്ലേ? പൂ വിരിഞ്ഞു നിൽക്കുമ്പോ എന്താ വരുക? വണ്ടുകൾ ഉണ്ടാവും, പൂമ്പാറ്റകൾ ഉണ്ടാവും അല്ലേ? തേൻ കുടിക്കാൻ വരില്ലേ പൂമ്പാറ്റ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൂ വിരിഞ്ഞു നിൽക്കുമ്പോ അതിന് ചുറ്റും പൂമ്പാറ്റകളൊക്കെ പാറി നടക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? അഭിരാമി പൂമ്പാറ്റേനെ കണ്ടിട്ടുണ്ട് അല്ലേ? പൂവിന് ചുറ്റും പറക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോ വീട്ടിൽ വന്ന് തേന് കുടിക്കും. പൂവില് വന്ന് തേന് കുടിക്കും അല്ലേ? ഓക്കെ. അപ്പോ കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. പിന്നെന്താ ചെയ്യാ? ഇത്തിരി പരിമളമൂറ്റിയെടുക്കാൻ എത്തും ചാരെ ഇളങ്കാറ്റും. എന്താ ചെയ്യാ? ഇളങ്കാറ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇളങ്കാറ്റ് കൊണ്ടിട്ടുണ്ടോ? കാറ്റ്, ഇളം കാറ്റ് പറഞ്ഞതാ മെല്ലെ പതിയെ വരുന്ന കാറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ഇത്തിരി പരിമളം ഊറ്റിയെടുക്കാൻ, പരിമളം എന്ന് പറഞ്ഞാൽ എന്താ? സുഗന്ധം അല്ലേ? സുഗന്ധം ഊറ്റിയെടുക്കാൻ എത്തും ചാരെ, അടുത്ത് ഇളങ്കാറ്റും. എന്താ പൂന്തോട്ടം എന്നുള്ള പാട്ടില്? പാടാം നമുക്കൊന്നുകൂടി. എല്ലാരും മിസ്സിനൂടെ അവിടുന്ന് പാടണേ. അപ്പൊ പൂന്തോട്ടം എന്താ കവിതയുടെ പേര്? എന്താണ് ധ്യാനെ? പൂന്തോട്ടം അല്ലേ? നട്ട് നനച്ച് വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. മുട്ടുകൾ പൂവുകളാവുന്നേരം മുട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. ഇത്തിരി പരിമളമൂറ്റിയെടുക്കാൻ എത്തും ചാരെ ഇളങ്കാറ്റും. ഈ പിക്ചർ നിങ്ങൾ കണ്ടു എല്ലാവരും? ടെക്സ്റ്റിലില്ലേ? ഓക്കെ. അപ്പൊ എന്താ കാണുന്നത്? പൂന്തോട്ടം ഉണ്ട് അല്ലേ താഴെ? ഓക്കെ. പിന്നാരാ ഉള്ളത്? ഒരു ഗേളും ബോയും ഉണ്ട് അല്ലേ? കാണുന്നുണ്ടോ എല്ലാവരും? ഓക്കെ. ഇപ്പൊ വണ്ടുകളെ പറക്കുന്നുണ്ട്. പൂമ്പാറ്റ കണ്ടോ? ഇതാ ഇവിടെ ചിത്രശലഭമുണ്ട് ചിത്രത്തില് അല്ലെ? വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അവര്. ഓക്കെ. അപ്പൊ എന്താണ്? ഒന്നുകൂടി പാടാ. എന്തേ നൈജലേ? നൈജൽ ഉറക്കം തൂക്കുന്നുണ്ടോ?